കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് പക്ഷികൾ, പ്രത്യേകിച്ച് വയനാട്ടിൽ. വിതച്ചതിനു ശേഷം ആഴ്ചകളോളം കർഷകർ പക്ഷികളിൽ നിന്നും വിത്ത് സംരക്ഷിക്കുന്നതിനുമായി കാവൽ നിൽക്കേണ്ടി വരുന്നു. ക്രോപ്പ് പ്രൊട്ടക്ടർ വയലിൽ സ്ഥാപിക്കുന്നത് വഴി വയലിൽ നിന്നും പക്ഷികളെ തുരത്താനും കർഷകരുടെ അനാവശ്യമായ സമയനഷ്ടം ഇല്ലാതാക്കുവാനും സാധിക്കുന്നു. ക്രോപ്പ് പ്രൊട്ടക്ടറിന് ഉപയോഗിച്ച വസ്തുക്കൾ: ഫാൻ, അയൺ റോഡ്, അയൺ സ്റ്റാൻഡ്, മെറ്റൽ പ്ലേറ്റ്, സോളാർ പാനൽ, ബാറ്ററി, ത്രെഡ്, സ്മോൾ സ്റ്റോൺസ്. ഉപയോഗം: ക്രോപ്പ് പ്രൊട്ടക്ടറിന്റെ ഉപയോഗം. ക്രോപ്പ് പ്രൊട്ടക്ടറിൽ സ്ഥാപിച്ചിരിക്കുന്നത് സോളാർ പാനൽ ചാർജ് ആവുകയും സൗരോർജം വഴി ഫാൻ പ്രവർത്തിക്കുകയും തൽഫലമായ ഫാൻ സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന മെറ്റൽ പ്ലേറ്റിൽ ഫാനിലെ കല്ല് കഷ്ണങ്ങൾ വന്നടിക്കുകയും ശക്തമായ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. സൗരോർജം ഉപയോഗിക്കുന്ന വഴി വൈദ്യുതി ലാഭിക്കുകയും ചെയ്യുന്നു. ഇത് പകൽ സമയത്ത് സൗരോർജം വഴിയും രാത്രി സമയത്ത് കാറ്റ് വഴിയുമാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഫാൻ പെറ്റൽസ്, അയൺ റോഡ്, ഇത് മെറ്റൽ പ്ലേറ്റ്, സോളാർ പാനൽ, സോളാർ ബാറ്ററി, ഫാൻ സ്റ്റാൻഡ്. ഇത് അയൺ റോഡ് വെച്ചിട്ടുള്ള സ്റ്റാൻഡാണ്. ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് കപ്പത്തോട്ടങ്ങളിലും അതേപോലെ നെല്ലും അതേപോലെ ഗോതമ്പുള്ള തോട്ടങ്ങളിലും അതേപോലെ പന്നി കുത്തുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഇത് ഓടിക്കുന്ന മൃഗങ്ങളൊക്കെയാണ് മയില്, പ്രാവ്, ചെറിയ കുരുവി, പലയിനം പക്ഷികൾ, അതേപോലെ പന്നി, മുള്ളപ്പന്നി, അങ്ങനത്തെ പല ജീവികളെ ഇത് സൗണ്ട് ഉണ്ടാക്കി ഓടിക്കുന്നു. പണ്ട് കാലങ്ങളിൽ പന്നികൾ ഓടിക്കുന്നത് കുപ്പി ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അത് തമ്മിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ്. അതിനേക്കാൾ മെച്ചപ്പെട്ടാണ് നമ്മൾ ഉണ്ടാക്കിയ ക്രോപ്പ് പ്രൊട്ടക്ടർ മെറ്റൽ പ്ലേറ്റിൽ അടിക്കുകയും സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. വയനാട്ടിൽ ഇപ്പോൾ ഉപയോഗിച്ച് നമുക്ക് കർഷകരുടെ സമയവും അതേപോലെ അവരുടെ ധനനഷ്ടവും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിത് വെച്ച് നമുക്ക് നിർത്താൻ പറ്റും. അതേപോലെ ഇത് ഉണ്ടാക്കാൻ കുറച്ച് പൈസ മാത്രം നമുക്ക് മതി. കർഷകരുടെ ആത്മഹത്യ വരെ ഒരു പരിധി വരെ നമുക്ക് ഇത് വെച്ച് തടയാൻ പറ്റും. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വരുന്നത്.